ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് ആണ് ചെയ്തേക്കുന്നത്. ഒരു ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കാം. ചാപ്റ്റർ 1, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഓതർ ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ഏത് ജാനറിൽ വരുന്നതാണ്? മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ റിയൽ പ്ലസ് ഫാൻറ്റസി മിക്സ് ചെയ്തിട്ട് എഴുതിയേക്കുന്ന വർക്ക്. ദെൻ നെക്സ്റ്റ് സെറ്റിംഗ് ഒരു പുവർ കോസ്റ്റൽ വില്ലേജിലാണ് കഥ നടക്കുന്നത്, കടലിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ. മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത് പെലയോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസൻഡ, ഓൾഡ് മാൻ വിത്ത് വിങ്സ്. പിന്നെ അവിടെ വില്ലേജസ് കാണാം. അവരാദ്യം ഭയങ്കര ക്യൂരിയസ് ആണ്, പിന്നീട് ഗ്രീഡി ആവുന്നുണ്ട്. അതിനുശേഷം ഓൾഡ് മാനിനെ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, ബോർഡ് ആവുന്നുണ്ട്. ദെൻ സിമ്പിൾ, ഇവിടെ ഒരു വിങ്സിനെ എന്താ സിമ്പിളൈസ് ചെയ്യുന്നത്? ഫ്രീഡം ആൻഡ് ട്രാൻസെൻഡൻസ് ആണ്. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എന്നുള്ളതിനേക്കാളും അതിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെയാണ് ട്രാൻസെൻഡൻസ് എന്ന് പറയുക. ഓക്കെ, അതായത് എക്സിസ്റ്റൻസ് ഓർ എക്സ്പീരിയൻസ് ബിയോണ്ട് ദ നോർമൽ ഓർ ഫിസിക്കൽ ലെവൽ, അതാണ് ട്രാൻസെൻഡൻസ്. ദെൻ നെക്സ്റ്റ് തീം എന്താണ്? പീപ്പിൾ ഫെയിൽ ടു റെസ്പെക്ട് ദ എക്സ്ട്രാ ഓർഡിനറി. വേറെ തീംസ് ഉണ്ട്, പക്ഷേ ഈ ഒരു തീമും കൂടി അതിൽ വരുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യത്തെ ഇവിടെ കാണുന്നുണ്ട്, അവരാരും അതിന് അധികം റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഇൻ ദി ആറ്റിക് ഫ്രം ദി പിയാനിസ്റ്റ്. ദി പിയാനിസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തേക്കുന്ന ഒരെണ്ണമാണ് ഇൻ ദി ആറ്റിക്. ഓത്തർ ആരാണ്? ഡഷ് പിൽമാൻ ആണ്. കോണ്ടെക്സ്റ്റ് ഫൈനൽ സ്റ്റേജസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ഇൻ വാർസോ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാന സമയങ്ങളാണ് പറയുന്നത്. ക്യാരക്ടേഴ്സ് ഷ്പിൽമാൻ, പിന്നെ ഒരു ജർമ്മൻ ഓഫീസറാണ് മെയിൻ ക്യാരക്ടേഴ്സ്. എന്താണ്? ലോങ് ഹൈഡിങ് ഇൻ ആറ്റിക് അല്ലേ? അദ്ദേഹം നമ്മുടെ ഷ്പിൽമാൻ ഒരുപാട് നാൾ ആറ്റിക്കിൽ ഹൈഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഫേസ് ചെയ്യുന്ന ലോൺലിനെസ് ഒക്കെ കാണാം. തീംസ് എന്താണ്? സർവൈവൽ, റെസിലിയൻസ്, ഫ്രെജിലിറ്റി ഓഫ് ലൈഫ്, ആർട്ട്, ഇതൊക്കെ തീംസിൽ വരുന്നുണ്ട്. ദെൻ ഇവിടെ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? സർവൈവ് ചെയ്യാൻ ജർമ്മൻ ഓഫീസർ ഷ്പിൽമാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറേജ് ടു സർവൈവ് ത്രൂ ഹോപ്പ് ആൻഡ് ആർട്ട് എന്നുള്ളതാണ് വേറൊരു തീം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ. ഈ സ്പീച്ചിൽ എന്താ പറയുന്നത്? ജൂലിയസ് സീസറിലെ ഒരു സ്പീച്ചാണ്. ഓത്തർ ആരാണ്? വില്യം ഷേക്സ്പിയർ. കോണ്ടെക്സ്റ്റ് മാർക്ക് ആൻ്റണീസ് ഫ്യൂണറൽ സ്പീച്ച് ഫോർ സീസർ. സീസറിന് വേണ്ടിയിട്ടുള്ള ഫ്യൂണറൽ സ്പീച്ചാണ്. തീം ലോയാലിറ്റി, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻ്റണി പ്രിറ്റൻസ് ടു എഗ്രി വിത്ത് ബ്രൂട്ടസ്. ആൻ്റണി ബ്രൂട്ടസ് പറയുന്നത് ഓക്കെ ആണ്, എഗ്രി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിയേ, ഒരു ഐറണി എല്ലാം കടന്നു വരുന്നത് കാണാം. ഇവിടെ നോക്കാം, 3 എവിഡൻസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. സീസർ ഫിൽഡ് ട്രഷറി. സീസർ ട്രഷറി ഫിൽ ചെയ്തു. അതേപോലെ സീസർ വെപ്റ്റ് ഫോർ പുവർ. പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം വിഷമിച്ചു, വെപ്റ്റ്, കരഞ്ഞു. സീസർ റെഫ്യൂസ്ഡ് ക്രൗൺ ത്രൈസ്. 3 തവണ സീസർ ക്രൗൺ വേണ്ട എന്ന് പറഞ്ഞു. സോ ഇത് 3 എന്താ പറയുക, സീസർ ആംബീഷ്യസ് ആണ് എന്നുള്ള കാര്യം ബ്രൂട്ടസ് പറഞ്ഞതിന് എഗെയിൻസ്റ്റായി മാറി. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ഐറണി യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് മാർക്ക് ആൻ്റണി റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ആളുകളുടെ ഇമോഷണലി ഉള്ള ആ ഒരു, അതായത് മൈൻഡ് മാറാണ്. ഓക്കെ, ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ, അതായത് മാറ്റം അവിടെ വരാണ്, ഇമോഷണൽ ചേഞ്ച് വരാണ്. ദെൻ തീം എന്താണ്? ആൻ്റണി പ്രൂവ്സ് സീസേഴ്സ് ജനറോസിറ്റി ത്രൂ ഐറണി. അപ്പോൾ ഇവിടെ ആൻ്റണി സീസർ എത്ര നല്ല ആളായിരുന്നു എന്നുള്ളത് ഐറണിയിലൂടെ തെളിയിക്കുന്ന ഒരു സ്പീച്ചാണ് ഇത്. നെക്സ്റ്റ് വൺ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ആരാണ്? ശ്രീകാന്ത് ബൊള്ളയാണ് ഇതിലെ സ്പീക്കർ. ഹി വാസ് ബോൺ ബ്ലൈൻഡ് ടു പുവർ ഫാമേഴ്സ്. പാവപ്പെട്ട ഫാമേഴ്സിൻ്റെ മകനായിട്ട് ബ്ലൈൻഡ് ആയിരുന്നു ഇദ്ദേഹം. ജനിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് ഇൻ സ്പെഷ്യൽ സ്കൂൾ, ഫോർട്ട് ടു സ്റ്റഡി സയൻസ് ലീഗലി അല്ലേ? അതായത് ലീഗലി പ്രശ്നം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ബ്ലൈൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അറ്റ് MIT, ഫൗണ്ടഡ് ബൊള്ളാൻ ഇൻഡസ്ട്രീസ്, സപ്പോർട്ട്സ് 3000 സ്റ്റുഡൻറ്റ്സ്, എംപ്ലോയീസ്, 150+ ഡിസബിൾഡ്. ഓക്കെ, ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്. തീം ഡിറ്റർമിനേഷൻ ബ്രേക്സ് ബാരിയേഴ്സ് ആൻഡ് ലീഡ്സ് ടു സക്സസ്. നമുക്ക് ഒരു കാര്യത്തിനോട് നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് വേണം? ഒരു ഡിറ്റർമിനൻസ് വേണം. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും
ഒരു സ്ഥിരോത്സാഹം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സ്ഥിരോത്സാഹം വേണമെന്ന് പറയില്ലേ, അതിൽ തന്നെ നിൽക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വിട്ട് പോവരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ഡിറ്റർമിനൻസ്. ഇനി നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ബ്രേക്സ് ബാരിയേഴ്സ് ആൻഡ് ലീഡ്സ് ടു സക്സസ്. ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളുടെ തടസ്സങ്ങളെല്ലാനും മാറും, നമ്മളെ സക്സസ്സിലേക്ക് അത് എത്തിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എ ഫീനിക്സ് റൈസസ്. നോക്കാം. മെയിൻ ക്യാരക്ടർ ബബ്ലു കേവട്ട് ആണ്. അദ്ദേഹം ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകും. പിന്നെന്താണ്, റിയലൈസ്ഡ് വിമൻസ് ഹാർഡ്ഷിപ്പ് വിതൗട്ട് സാനിറ്ററി പാഡ്സ്. സാനിറ്ററി പാഡ്സ് ഇല്ലാത്തുള്ള വിമൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി സ്റ്റാർട്ടഡ് ലോ കോസ്റ്റ് സാനിറ്ററി നാപ്കിൻ പ്രൊഡക്ഷൻ. അങ്ങനെ അധികം പൈസ ചിലവില്ലാത്ത സാനിറ്ററി നാപ്കിൻ പ്രൊഡക്ഷന് വേണ്ടി അദ്ദേഹം അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങുകയാണ്. ഇംപ്രൂവ്ഡ് വിമൻസ് ഹെൽത്ത് ആൻഡ് ഡിഗ്നിറ്റി. അങ്ങനെ എന്താണ് ശരിക്കും വിമൻ്റെ ഹെൽത്ത് ആൻഡ് ഡിഗ്നിറ്റിയാണ് അദ്ദേഹം നോക്കിയത്. ഇവിടെ സിമ്പിളായിട്ട് ഫീനിക്സ് റൈസസ്. ഫീനിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈസിങ് ഫ്രം സ്ട്രഗിൾ ടു ചേഞ്ച് സൊസൈറ്റി. സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവരാൻ സ്ട്രഗിളിൽ നിന്ന് ഉയർത്തെണീറ്റ് വന്ന ഒരാളാണ് ഇദ്ദേഹം. തീം, പേഴ്സണൽ സ്ട്രഗിൾ ക്യാൻ ലീഡ് ടു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു സ്ട്രഗിൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഫാമിലി എല്ലാം നഷ്ടമായി. എന്നാലും എന്താണ്, സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു. സോ ഇത്രയൊക്കെയാണ് ക്യാപ്സ്യൂൾ നോട്ട്സിൽ വരുന്നത്. ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.